2021 മോഡല് 4x4 കൺവെർട്ടബിൾ ടൈപ്പ്. എന്താ പറയാ, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും, അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സ്റ്റാർട്ട് വരും, പാനോറാമിക് സൺറൂഫ് വരും, എയർ ബാഗ്, ABS എല്ലാം വരും. പിന്നെ ലെതർ സീറ്റ് കവറിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല സെയിൽ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് തന്നെ. ഒരുമാതിരി എല്ലാ അത്യാവശ്യം നമുക്ക് സൗത്ത് കേരളത്തിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അല്ലേ. നല്ല പോകുന്ന വാഹനമാണ്. 3 വർഷം എടുക്കണല്ലോ. ഓക്കെ. അപ്പോൾ 26 വരെ അണ്ടർ വാറണ്ടി ഉള്ള 16,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡിഫറൻഷ്യൽ ലോക്കിംഗ് അൺലോക്കിംഗ് സിസ്റ്റം വരുന്നൊരു വാഹനമാണ്. ഡിഫറൻഷ്യൽ നേരത്തെ നമ്മൾ നോർമലി ഡ്രൈവ് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഗിയർ യൂണിറ്റ് ആണ്. ഷമീർക്ക, സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷമീസ് കാസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1 മാസം മുന്നേ അല്ലേ? 1 മാസം മുന്നേ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ. ഷമീർക്ക് അന്ന് ആനിവേഴ്സറി, അതായത് 25ാം വാർഷികം, അതേപോലെ തന്നെ ഷോറൂമിന്റെ 1ാം വാർഷികം, ഫസ്റ്റ് ആനിവേഴ്സറി, ഇത് രണ്ടും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഗിവ് അവേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ. ഗിഫ്റ്റുകളും മറ്റേ അട്രാക്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഈ സമയത്ത് വണ്ടി വാങ്ങിക്കുന്നവർക്ക് 25ാം വാർഷികത്തിന് ബോക്സ് ഉണ്ടല്ലോ, ലക്കി ഡ്രോ ബോക്സ് ഉണ്ടല്ലോ, മറ്റേ ഫ്യൂവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം അങ്ങനെ കൊടുത്തു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്തായാലും അടിപൊളിയാവട്ടെ. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂര് പെട്രോൾ പമ്പിനോട് ഭാരത് പെട്രോൾ പമ്പ്, BP ഭാരത് പെട്രോൾ പമ്പിന്റെ തൊട്ട് ചേർന്ന്. പെട്രോൾ പമ്പല്ല, പമ്പിന്റെ തൊട്ട് ചേർന്ന്. ഓക്കെ. ഡീസലിന്റെ ഒരു മോശമാവട്ടെ. ഓക്കെ. അപ്പൊ നമ്മുടെ പുറകിൽ കാണുന്നില്ലേ 3 ഗഡോൽ ഗഡിയന്മാരെ കാണുന്നില്ലേ? ഇതേപോലത്തെ വാഹനങ്ങളും അതേപോലെ ചെറുവണ്ടികളും എല്ലാം ആയിട്ടുള്ള വീഡിയോ ആണിത്. എല്ലാവർക്കും പറ്റിയ വീഡിയോ ആണ്. എല്ലാ വണ്ടികളും അല്ലേ? ഓക്കെ. ഇതെന്തൊക്കെ തീരുമാനിച്ചോ? നമ്മളെന്താ കൊടുക്കണ്ടേ? ഗീവ് അവേ കൊടുക്കാൻ തീരുമാനിച്ചു. ഗീവ് അവേ എന്ത് കൊടുക്കണം എന്നുള്ളത് ഞാനത് ഉദ്ദേശിക്കുന്നത് നമ്മളെ വ്യൂവേഴ്സും നമ്മളെ ഫോളോവേഴ്സും എല്ലാം നമുക്ക് അവരോട് സജഷനോട് ചോദിക്കാതിരിക്കാം. നമ്മൾ കാർ ചെയ്യുന്ന ആളാണ്, കാറ് കൊടുക്കണോ, അതല്ല ഗോൾഡ് കൊടുക്കണോ, അതല്ല ഇനിയിപ്പം ബൈക്ക് കൊടുക്കണോ, എനിക്ക് ക്യാഷ് കൊടുക്കണോ, ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് കൊടുക്കേണ്ടത്? അതൊന്നും നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നമ്മുടെ ഷമീസ് കാസിന്റെയും ടീം ടെക്കിന്റെയും ഇൻസ്റ്റാ പേജസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കയറും അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. ഓക്കെ. വീഡിയോ ആദ്യം നമുക്ക് ഫോർച്യൂണറിൽ തന്നെ തുടങ്ങാം അല്ലേ? മാറ്റണ്ട. ഇതിൽ തന്നെ തുടങ്ങാം. KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്, കേരള വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2023 ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് 2023 വാഹനമാണ്. വാറണ്ടി എത്ര കൊടുക്കുന്നുണ്ട്? വാറണ്ടി ആക്ച്വലി 3 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. 5 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ് മൊത്തത്തിൽ. അപ്പോൾ 2028 വരെ വാറണ്ടി, അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ ഇരിക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ കിലോമീറ്റർ ആണ് ഇനി അറിയേണ്ടത്. കിലോമീറ്റർ ഹൈലൈറ്റ് 7,900 കിലോമീറ്റർ. 8,000 വെറും 7,900. 8,000 ആയിട്ടില്ല. 7,900 കിലോമീറ്റർ മാത്രം ഓടിയ 2023 2028 വരെ പേപ്പറുള്ള 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര ലക്ഷം പേർക്ക് ഇതിനിപ്പോ ചോദ്യം എങ്ങനെയാ? നമ്മളിതിനെ ആസ്ക് ചെയ്യുന്നത് 44,75,000. 44,75. 44,75. 2023 അണ്ടർ വാറണ്ടി ഉള്ള വാഹനം. റിന്യൂ ചെയ്തു, ബമ്പർ ടു ബമ്പർ കസ്റ്റമർ റിന്യൂ ചെയ്തത്. അതിനെത്ര ID വരുന്നുണ്ട്? അറൗണ്ട് 40 lakhs അറൗണ്ടിലെ വരും. 40 lakhs അറൗണ്ട്. ഫോർച്യൂണർ അല്ല. എത്ര നമ്മൾ പ്രീമിയം വരും ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് എടുക്കണമെങ്കിൽ, ഇൻഷുർ എടുക്കണമെങ്കിൽ എത്ര പ്രീമിയം വരുന്നുണ്ട്? നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 35 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. കമ്പനി ത്രൂ എടുക്കുകയാണെങ്കിൽ 50 രൂപ റേഞ്ചിൽ വരും. 50 രൂപ റേഞ്ചിൽ, ഏകദേശം 50,000 റേഞ്ചിൽ ഇൻഷുറൻസിന് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു ഏകദേശം? എനിക്ക് തോന്നുന്നത് 50 lakhs അറൗണ്ട്. 50 ലക്ഷം ഏകദേശം വില വരുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങളുടെ ഷോറൂമിൽ പോയിട്ട് വെറും 7,900 കിലോമീറ്റർ ഓടിയുള്ളൂ. അങ്ങനെ ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് ചായം അല്ലേ? അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും അടിപൊളി ഒരു വാഹനം. അടുത്ത വാഹനം എന്താ? മഹീന്ദ്ര XUV 700 അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? അടിപൊളി ഒരു കളറാണ്, ബ്ലൂ കളർ അല്ലേ? ഇതിൽ എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2022 മോഡല്
ഓക്കെ. മഹീന്ദ്ര XUV 700 AX5 എന്ന് പറഞ്ഞ വേരിയന്റ്, ഡീസൽ മാനുവൽ വാഹനം 2022 AX5 ആണ്. X7 7 സീറ്റർ ആണ്. 7 പോകുമ്പോഴല്ലേ അഡാസ് ഇതൊക്കെ വരുന്നത്, ഡ്രൈവിംഗ് ഓട്ടോമാറ്റിക് ഇതൊക്കെ വരുന്നത്, ഫുൾ ഓപ്ഷൻ എല്ലാവരും മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. മിഡിലായിട്ട് വരുന്ന ഓപ്ഷൻ. ഓക്കെ. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 26,000, 26,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2 വർഷം നോർമൽ ഓട്ടാണ്. ഡീസൽ മാനുവൽ വാഹനമാണ്. ഇതിന് ഏകദേശം എത്ര മൈലേജ് കിട്ടാൻ ചാൻസ്? ഒരു 12 ഒക്കെ കിട്ടും? അല്ല, എനിക്ക് ഒരു 14 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഫിസിക്കലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലോങ് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മീറ്റർ കാണിച്ചല്ലോ? അല്ലല്ല, ഫിസിക്കലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 14 ഷമീർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതാണ്. ഇനി ഇത് ഓടിക്കുന്നവരുണ്ടെങ്കിൽ, ഡീസൽ മാനുവൽ ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം മൈലേജ് എത്ര ഉണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യുക. ഷമീർക്ക് എന്തായാലും അതെ അതെ തീർച്ചയായും അത് വിലയിരുത്താൻ പറ്റും. 14 പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാ ചോദ്യം? എങ്ങനെയാ ഇതിന് നമ്മൾ ചോദിക്കുന്നത് 17,90,000 രൂപ. 17,90,000 2022 26,000 കിലോമീറ്റർ ഓടിയ AX5 ഡീസൽ മാനുവൽ XUV 700 നിങ്ങൾക്ക് സ്വന്തമാക്കാം. വാറണ്ടിയുടെ അവസ്ഥ എന്താ? ഇപ്പോൾ വാറണ്ടി 2025 വരെ വാറണ്ടിയാണ്. 25 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കാണ്, കമ്പനി വാറണ്ടി. വാറണ്ടീൻ്റെ ഗുണം അറിയാലോ, എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് എന്ത് സംഭവിച്ചാലും അതിൽ ഒരു പൈസ ഇറക്കാതെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വാറണ്ടിയുടെ ഗുണം. ഓക്കെ. അടുത്തതാ ഒരു പക്ക ഓഫ് റോഡർ എന്ന് നമുക്ക് തീർത്ത് വിളിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഹൂർക്കയാണ്, ഫോഴ്സ് ഹൂർക്ക. ഒരു കിടിലൻ SUV അല്ലേ? അതെ. കയറിയിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സിംഹാസനം കയറിയിരിക്കുന്ന ഒരു ഫീൽ. അതെ, ആനപ്പുറത്തിരിക്കുന്നത്. അത്രയും ഹൈറ്റ് കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. കുഞ്ഞനാണ്. അതെ തീർച്ചയായും. അമ്മാതിരി സൈസാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് ഹൂർക്കയുടെ 2600 cc വരുന്ന ഓഫ് റോഡ് വെഹിക്കിൾ. ഓക്കെ. പിന്നെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും 19,000, 19,000 കിലോമീറ്റർ. 19,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2022 മോഡലാണ്. വാറണ്ടി എത്ര വരെ ഉണ്ട് കമ്പനി? 3 വർഷം. 25 വരെ വാറണ്ടി ഉണ്ട്. 2025 വരെ അണ്ടർ വാറണ്ടി ഉള്ള വാഹനം. നോർമൽ ഓട്ടം മാത്രമല്ല, പിന്നെ ഇതില് നമ്മളൊരു താറ് ആ സെഗ്മെന്റ് ആണല്ലോ. താറിന് നമുക്ക് ബാക്ക് സീറ്റ് യാത്ര കംഫർട്ട് ആവുകയില്ല. പലരും താറ് 3 ഡോർ ആണ് അതും വരുന്നത്. ഇതിന്റെ ബാക്കിൽ ബക്കറ്റ് പഴയ താറിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ അതെ, 3 ഡോറിൽ ഇത് ബാക്ക് ബക്കറ്റ് സീറ്റ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ ഹൈറ്റ് മറ്റേതിനേക്കാളും താറിനേക്കാളും ഒരു കൂടുതലാണ് എനിക്ക്. ഹൈറ്റ്, വിസിബിലിറ്റി, നമ്മുടെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വിസിബിലിറ്റി, അത് കയറി പോകാനുള്ള പുറകിലൂടെ ഡോറ് തുറന്ന് നമുക്ക് സുഖമായിട്ട് കയറി പോകാം. പിന്നെ സാധാരണ താറ് നമ്മൾ 4x4 ആണ്. 4x4 ആണ്. 4 ഫോറുകളുണ്ട്, 3 ഫോറുകൾ. അതെ അതെ. ഓക്കെ. അതായത് ഡിഫറൻഷ്യൽ ലോക്കിംഗ് അൺലോക്കിംഗ് സിസ്റ്റം വരുന്നൊരു വാഹനമാണ്. ഡിഫറൻഷ്യൽ നേരത്തെ നമ്മൾ നോർമലി ഡ്രൈവ് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്, ഗിയർ യൂണിറ്റ് ആണ്. അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ഒരു വണ്ടിയൊക്കെ ടേൺ ചെയ്യുമ്പോൾ ഇന്നർ വീല് കുറച്ച് കറങ്ങി ഔട്ടർ വീല് നല്ലോണം കറങ്ങുക എന്നുള്ളൊരു ഫംഗ്ഷനിലാണ് ആ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റ് കൊടുക്കുന്നത്. അതിൽ തന്നെ നമുക്കിത് സെപ്പറേറ്റ് ഓരോ വീലിലും ചെയ്തെടുക്കാം. അതായത് സപ്പോസ് ഈ ഒരു വണ്ടി ചെളിയിൽ എവിടെയും താഴുകയാണെങ്കിൽ നമ്മൾ നോർമലി വണ്ടികൾ കാണാറുള്ള എന്താ, ഒരേ ഷാഫ്റ്റ് തന്നെ കൊടുത്തിട്ട് 2 വീലും കിടന്ന് കറങ്ങും. 2 വീലും പവർ എടുക്കുമ്പോൾ 2 വീലും അപ്പുറത്തും കിടന്ന് കറങ്ങുള്ളൂ. ഒന്ന് ചിലപ്പം മണ്ണിൽ ടച്ച് ആകണ്ടാവും, മറ്റേ വെറുതെ കിടന്ന് കറങ്ങും ചെളിയൊക്കെ തെറിക്കുന്ന വിധത്തിൽ. ഇതാകുമ്പോൾ വെച്ചാൽ മറ്റേ നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റേത് ഫ്രീ ആണ്, ഒന്നിലെ പവർ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള വാഹനമാണ്. അങ്ങനത്തെ ഒരു വാഹനമാണ്. ഓക്കെ ഓക്കെ. ഹൂർക്ക. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് ഷമീർക്ക ചോദിക്കുന്നത്? നമ്മൾ ആസ്ക് ചെയ്തത് 12,75,000 രൂപ. 12,75,000 2022 ഫോഴ്സ് ഹൂർക്ക 19,000 കിലോമീറ്റർ ഓടിയ 2025 വരെ വാറണ്ടിയുള്ള വാഹനമാണ്. ഓക്കെ. ഇത് ഇറങ്ങുമ്പോൾ ഏകദേശം പുതിയ വണ്ടിക്ക് 20,85,000 രൂപ വരുന്നുണ്ട് പുതിയ വണ്ടിക്ക്. അപ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു അടിപൊളി വണ്ടി കൂടെ ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു. കൂർക്കക്കാർ ആരെങ്കിലും ഉണ്ട് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുന്നത്. എങ്ങനെയുണ്ട് വണ്ടി? പക്ക ഓഫ് റോഡർ എങ്ങനെയുണ്ട് ഒന്ന് രേഖപ്പെടുത്തും. അടുത്തത് മഹീന്ദ്ര ഥാറാണ്. ഒരു ഫുൾ കൺവെർട്ടബിൾ ടൈപ്പ് ഥാറാണ്. എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു എടുപ്പുണ്ട് വണ്ടിയിലെ കാണാൻ. അത് നമ്മൾ സൈഡിൽ തന്നെ വീഡിയോ എടുക്കുന്നത്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡല് 4x4 കൺവെർട്ടബിൾ ടൈപ്പ്. അതെ, ഓട്ടോപ്പല്ല, കൺവെർട്ടബിൾ ടൈപ്പ്. 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. 2021 മോഡല്. എത്ര ഓടിയുണ്ട് ഇപ്പോൾ? കിലോമീറ്റർ വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 3 വർഷം കൊണ്ട് 23,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഥാറാണ്. ഡീസൽ 4x4 ഓട്ടോമാറ്റിക് വാഹനം. ഏകദേശം ഒരു 10-12 മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും അറൗണ്ട്. ഓക്കെ. എന്താ പറയുക,
നല്ല ചെക്കന്മാർ നല്ല പൊളിച്ച് ജസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്കിലാണ് വണ്ടിയുള്ളത് അല്ലേ? വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ അഡീഷണൽ ഒന്നും കയറ്റി ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. പ്രൈസിങ് എങ്ങനെയിപ്പോൾ? നമുക്ക് 13,90,000 രൂപ കൊടുക്കാം. 13,90,000 2021 ഥാർ ഡീസൽ 4x4 സ്വന്തമാക്കാം, അത്രേ ഉള്ളൂ. ലോണ് എത്ര കയറാൻ ചാൻസ്? ലോൺ ഒരു 12 രൂപ എന്തായാലും കയറും, കിട്ടൂല. അടുത്തത് ഒരു 7 സീറ്റർ വാഹനമാണ്, കിയയുടെ കാരൻസ്. കാരൻസ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ലക്ഷറി 7 സീറ്റർ സെഗ്മെന്റ് ആണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ലക്ഷറി എന്ന് പറയുന്നത് വേരിയന്റിന്റെ പേരും ലക്ഷറി തന്നെയാണ്. നിങ്ങൾ നാവ് പറഞ്ഞ പോലെ അതേപോലെ കറക്റ്റ് ടോപ്പനാണല്ലേ? ടോപ്പിന്റെ വേരിയന്റ്. ഓക്കെ, 2023 മോഡല്, വെറും 16,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ കാരൻസിന്റെ ടോപ്പിന്റെ വേരിയന്റ്. ഡീസൽ ഓട്ടോമാറ്റിക്. സൺറൂഫ് വരുന്ന ഓപ്ഷൻ ഇപ്പൊ 2023 മുതൽക്ക് ടോപ്പ് ആൻഡ് വേരിയന്റിൽ സൺറൂഫ് ഇല്ല. സൺറൂഫ് തുറക്കുന്ന അൽക്കാസർ വന്നു, പുതിയ മോഡൽ ഇറങ്ങി വരുന്നുണ്ട്, അതിനും ടോപ്പ് ആൻഡ് വേരിയന്റിൽ സൺറൂഫ് ഇല്ല. ഈ കമ്പനി മാറ്റം വരുത്തിയിരിക്കുക. ഓക്കെ, മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ 2023 കിയ 4 വർഷമല്ലേ വാറണ്ടി കൊടുക്കുന്നത്? 3 വർഷം കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ 26 വരെ അണ്ടർ വാറണ്ടി ഉള്ള 16,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും, സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും എയർ ബാഗും എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, മൈലേജ് എത്ര കിട്ടും? മൈലേജ് അറൗണ്ട് ഒരു 15ന്റെ അടുത്ത്. 15ന്റെ അടുത്ത്. ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്, മാനുവൽ ആണെങ്കിൽ ഒരു 17-18 വരെ കിട്ടിയാനല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ലൊരു 7 സീറ്റർ ഡീസലിൽ അത്യാവശ്യം സ്പെക്കുള്ള വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. എത്ര കൊടുക്കാം ഇത്? 18,90,000 രൂപ. 18,90,000 2023-26 വരെ വാറണ്ടിയുള്ള കിയ കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 17 ലക്ഷം വരെ കിട്ടും. അടുത്ത കിയയുടെ തന്നെ സെൽറ്റോസ് ആണ്, KL2 കൊല്ലം വണ്ടി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 സെൽറ്റോസ് പെട്രോൾ HTK+ IMT. STK+ ആണ്, STX, STX+ അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. IMT എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആണ്, പക്ഷേ മാനുവലി നമുക്ക് ഗിയർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ക്ലച്ച് ഉണ്ടാവില്ല. അതാണ് IMT, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. 22 എന്ന് പറയുമ്പോൾ 25 വരെ വാറണ്ടി ഉണ്ടാവും അല്ലേ? ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. വെറും 16,000 കിലോമീറ്റർ ഇത് ഓടിക്കുന്നു. ലോ കിലോമീറ്റർ ആണ്, അധികം ഇന്ന് കണ്ടത് ലോ കിലോമീറ്റർ ആണ്. അത് മാത്രമല്ല എന്താ പറയുക, ഏകദേശം ഒരു 12 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 13-14 കിട്ടും അല്ലേ? ഓക്കെ, STK+. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. ഈ ടോപ്പിലേക്ക് വരുമ്പോൾ അതടക്കം വരുന്നുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി അലോയ്സും കാര്യങ്ങളും എല്ലാം വരും. നല്ല ടയേഴ്സും ആണ്, അത്രേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയിപ്പോ? നമുക്ക് 12,65,000 രൂപ. 2022 STK+ 16,000 കിലോമീറ്റർ ഓടിയ കിയ സെൽറ്റോസ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, ഒരു 11 ലക്ഷം വരെ ലോൺ 11.5 മുകളിൽ കിട്ടും, മാക്സിമം കിട്ടുന്നുണ്ട് അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് SUV ഇറക്കി കൊണ്ടുപോകും, അണ്ടർ വാറണ്ടി. നമ്മൾ ഇതുവരെ കണ്ട ഓൾമോസ്റ്റ് വാഹനങ്ങളും അണ്ടർ വാറണ്ടി തന്നെയാണ് കിടക്കുന്നത്. അതെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു 6 സീറ്റർ വാഹനം. നമുക്കെന്താ ഒരു എർട്ടിഗയുടെയൊക്കെ സാമ്യത്തിൽ അന്ന് ഇറക്കിയല്ലേ? XL6 ആണ്, മാരുതി സുസുക്കിയുടെ XL6 KL14 രജിസ്ട്രേഷൻ വാഹനമാണ്. സെയിം പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ ഒരു വണ്ടി. ലക്ഷറി ഫീലിംഗ് ഉള്ള സാധനം, കോമൺ വണ്ടി. എങ്ങനെയാ കാര്യങ്ങൾ? 2022 മോഡല് XL6 മാനുവൽ സീറ്റാ വേരിയന്റ്. ഫുള്ളിന്റെ തൊട്ട് താഴെ, ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷെ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരും, ചെറിയ എല്ലാം വരുന്നുണ്ട്. സ്ക്രീനിലെ കാര്യങ്ങൾ എന്തോ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. 22 എന്ന് പറയുമ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും, അണ്ടർ വാറണ്ടി ഉണ്ട് അല്ലേ? 2-3 വർഷം കൊടുക്കുന്നുണ്ട്. ഇതും വാറണ്ടിയാണ്. നമ്മൾ ഷമീർക്കായിട്ട് വാറണ്ടി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ കമ്പനി വാറണ്ടി ഉള്ള വണ്ടികളാണ് ഇന്ന് കാണിച്ചത്. നമ്മൾ കൂടുതൽ മോഡലുകൾ വണ്ടികൾ, ലോ കിലോമീറ്റർ വണ്ടികളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഓട്ടം എത്രയാ? 35,000 കിലോമീറ്റർ. 35,000 പെട്രോൾ വാഹനമാണ്. ഒരു അറൗണ്ട് ഒരു 15 മൈലേജ് കിട്ടും അല്ലേ? ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഓക്കെ, എത്ര കൊടുക്കാത്? നമുക്ക് 10,60,000 രൂപ. 10,60,000 2022 XL6 സീറ്റ 10,60,000. ലോണ് ഒരു 9.5-10 ചോളായിട്ട് കിട്ടും. നമ്മൾ വില പറയുന്നത് എങ്ങനെ, ഫൈനലാണോ ഏകദേശം? നമ്മൾ നിങ്ങളുടെ വീഡിയോയിൽ അധികം മുട്ടിച്ചെറിഞ്ഞാ പറയുന്നത്, എന്നാലും നോക്കിയിട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, അടുത്തൊരു EV ആണ്, ഇലക്ട്രിക് വെഹിക്കിൾ, ടാറ്റ ടിഗോർ അല്ലേ? KL19 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത്
2024 ഇറങ്ങിയ വണ്ടി, 2023 മോഡലുള്ളൂ. ടിഗോറിന്റെ EV-യിൽ ടോപ്പ് എൻഡ് വരുന്ന XZ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്. നമ്മുടെ ടിയാഗോയുടെ സെഡാൻ കാറ്റഗറി അതാണ്. ഇതിന്റെ റേഞ്ച് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? കമ്പനി അറൌണ്ട് 300 പറയുന്നത്, എന്റെ ഒപ്പീനിയനിൽ 200 അബോവ് കിട്ടും. 200 അബോവ് നോർമൽ എത്ര ടൈം എടുക്കും ചാർജ് അറിയോ? സമയത്തിന് ഫാസ്റ്റ് ചാർജർ ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം. പക്ഷേ നോർമൽ മറ്റേ ചാർജ് 4 രാത്രി കുട്ടിയാൽ രാവിലെ ഒരു രീതിയിലുള്ള കണ്ടീഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. എന്താ പറയാ, അണ്ടർ വാറണ്ടി തന്നെ? അണ്ടർ വാറണ്ടി ഇറങ്ങിയിട്ട് 1 വർഷമായിട്ടില്ല. ജനുവരിയിലാണ് വണ്ടി ഇറങ്ങിയത്. 9 മാസമായിട്ടുള്ളൂ. 3 വർഷമല്ലേ കൊടുക്കുന്നത്? അതെ അതെ, 3 വർഷം 1.5 ലക്ഷം കിലോമീറ്റർ അങ്ങനെയാണ് ഒരു വാറണ്ടി കൊടുക്കുന്നത്. 7 വർഷം ബാറ്ററി വാറണ്ടി വരും. സാധാരണ EV-ക്ക് ടാറ്റ കൊടുക്കുന്ന അതേ ബസ്സിലുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6000. അപ്പോൾ ഒരു പുതിയ EV എടുക്കുന്നവർക്ക് പുതിയ ഒന്ന് പുനർചിന്തനം നടത്തി നമ്മുടെ അടുത്ത് വന്ന് നോക്കാം. ഫുൾ ഓപ്ഷൻ വാഹനം, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് 8,75,000 രൂപ. പുതിയ വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് 14 ലക്ഷം ആ റേഞ്ചിൽ വരുന്നുണ്ട്. അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു. 6000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5-6 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞു. അത്ര തന്നെ ഫുൾ എമൗണ്ട് ലോണും കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, ഫുൾ ലോണും കിട്ടുന്ന ഒരു അടിപൊളി EV ആണ്. അൺടച്ച് പീസ്. ലോങ് കുറെ ഡീസൽ പെട്രോൾ ഒക്കെ ചിലവാകുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് മാറിക്കും. അത്രേ ഉള്ളൂ. അടുത്തത് ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. KL5 കോട്ടയം വണ്ടിയാണ്. കോട്ടയം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2016 ഇന്നോവ ക്രിസ്റ്റ Z 2.8 Z ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഓക്കെ, Z 2.8 ഓട്ടോമാറ്റിക് വാഹനം. 2016 മോഡലാണ്. നമ്മൾ കൊടുത്ത വണ്ടിയായിരുന്നു, നമ്മളെ ഒരു റിലേറ്റീവിന് കൊടുത്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചെടുത്തതാണ്. അപ്പം കിലോമീറ്റർ ഒരു 1,50,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. ലാസ്റ്റ് ബന്ധുവിന് കൊടുത്ത് നമ്മൾ അതുകൊണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. ഓണർഷിപ്പ് ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ജെന്യുയിൻ സർവീസാണ്, ഫുള്ളി കമ്പനി സർവീസാണ്. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. വെൽ മെയിൻറ്റെയിൻഡ് വെഹിക്കിൾ. ഓക്കെ, വെൽ മെയിൻറ്റെയിൻഡ് ക്രിസ്റ്റയാണ്. 2016 മോഡൽ. ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ക്രിസ്റ്റയെ സംബന്ധിച്ചതും കിലോമീറ്റർ വലിയ പ്രശ്നമില്ല. അതെ. എത്ര കൊടുക്കാതെ നമുക്ക് നെറ്റായിട്ട് 16,95,000 രൂപ കൊടുക്കാം. 16,95,000. 2016 2.8 Z ഒറിജിനൽ കേരള വണ്ടി. റിയോ ഒന്നുമല്ല, Z ആണ്. ഏറ്റവും ഓട്ടോമാറ്റിക് 2.8 ആണ്. ക്ലെയിമില്ല, ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടി. ഒരു ക്ലെയിമില്ല, 0 ക്ലെയിം വാഹനം. ഓക്കെ, ഒരു 15 ലക്ഷം ലോണും കിട്ടും. 14-15 വരെ കിട്ടും. ജീപ്പ് കോമ്പസ് ആണ് എടുത്തത്. ഡീസലാണ് ഇത്. ഡീസൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഒരു പടക്കുതിരയാണ്. KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒരു ബ്ലാക്ക് കോമ്പസ്. അതെ. ഏതാ ഓപ്ഷൻ? ലിമിറ്റഡ് പ്ലസ് ഡീസൽ. ലിമിറ്റഡ് പ്ലസ് ആണ്. മോഡൽ 2018 മോഡൽ. സെക്കൻഡ് ഓണർ. 82,000 കിലോമീറ്റർ. ഫുള്ളി കമ്പനി സർവീസ്. പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ്. നോ ആക്സിഡന്റ്, നോ റീപ്ലേസ്മെന്റ്. ഓക്കെ, ഒരു ക്ലീൻ പീസ് വാഹനം. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. 82,000 ഓടിയ 2018 ലിമിറ്റഡ് പ്ലസ് ജീപ്പ് കോമ്പസ്. ഡീസൽ വാഹനം. മാനുവൽ. മൈലേജ് ഒരു 16 ഒക്കെ കിട്ടുമോ? ഇല്ല, മൈലേജ് ഒരു 14 ചോട കിട്ടുള്ളൂ. 14 ചോട കിട്ടുള്ളൂ അല്ലേ? 2 ലിറ്റർ ആണല്ലേ? 2 ലിറ്റർ എഞ്ചിനാണ്. ഓക്കെ, അതിൻ്റെ ചോട കിട്ടുള്ളൂ. പ്രൈസിങ് പറയുള്ളൂ. 13,75,000 രൂപ. 13.25 ലക്ഷം രൂപയ്ക്ക് 2000 സൺറൂഫ് വരുന്ന ലിമിറ്റഡ് പ്ലസ്. അതെ, സൺറൂഫ് ഓപ്ഷൻ വരുന്നത്. പെട്ടെന്ന് നോക്കിയാൽ കാണും. ബ്ലാക്ക്. ഓക്കെ, ലോൺ എത്ര കയറില്ലേ? ഏകദേശം 12 മുകളിൽ കയറും. ഓക്കെ, അടുത്തൊരു ലക്ഷറി 6 സീറ്റർ വാഹനമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, 1.5 കോടിക്ക് നമ്മളൊരു വെൽഫെയർ എടുക്കുന്നതിന് പകരെന്ന് പറയാൻ പറ്റൂല. അതിന്റെ ഒരു വേറൊരു തോന്നിപ്പിക്കുന്ന വാഹനം. കേടെ കാർണിവലാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? 2020 മോഡല്. KL7 വണ്ടി അല്ലേ? അതെ. കിയയുടെ കാർണിവൽ ലിമിറ്റഡ് എന്നൊരു വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ താഴായിട്ട് വരുന്ന സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. റിക്ലൈനർ സീറ്റ് വരില്ല. 2 ഫീച്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ചെറിയ മാറ്റങ്ങൾ വരും. എന്താ പറയാ, നല്ല സുഖത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തു. അതേപോലെ ഫുൾ വ്യൂ അല്ലേ, എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നമ്മുടെ വെൽഫെയറിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ വില രണ്ട് തരത്തിലാണ്. 2 തലങ്ങളിലാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടി? ഇപ്പോൾ കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 2020 വാഹനം അല്ല? വാറണ്ടി എല്ലാം കഴിഞ്ഞല്ലേ? ഇത് ആക്ച്വലി ഈ വണ്ടി നമ്മളൊരു സുഹൃത്തിന്റെ ഒരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഇതേപോലെ 3rd ഓണർ ആയിട്ടുണ്ട്. പുള്ളി നല്ല 33 ലക്ഷം രൂപ വാങ്ങിച്ചു വെച്ചിട്ട് വർഷമാവുന്നേ ഉള്ളൂ. നമ്മളടുത്ത് നമ്മളത്രയും ഇന്റിമേറ്റ് ആയതുകൊണ്ട് നമ്മളടുത്ത് വാങ്ങി വെച്ചാൽ നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ പ്രൊമോട്ട് ചെയ്യാറില്ല. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നും. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാത്? നമുക്ക് ലാസ്റ്റ് 25,90,000 രൂപ കൊടുക്കാം. 25,90,000 2020 ലിമിറ്റഡ്
കാർണിവൽ ലിമിറ്റഡ് ഓപ്ഷൻ കാർണിവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു 2023 വരെ ലോൺ കിട്ടും. 23 വരെ കിട്ടും അല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടി ഇറക്കണ ആ ഒരു എമൗണ്ട് കാണും എന്തായാലും. അത്രേ ഉള്ളൂ. ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയുണ്ട് പുള്ളി പറഞ്ഞ? നമ്മൾ കിയൻ്റെ ഒരു കാരൻസിനേക്കാളും ഒരു 10 to 20% കൂടും അല്ലേ? ഓക്കെ, അടുത്ത ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ന്യൂ ഷേപ്പ് ക്രെറ്റയാണ്. KL 24 രജിസ്ട്രേഷൻ വാഹനം, ഒരു ബ്ലാക്ക് ക്രെറ്റ. നമ്മൾ ഇവിടുന്ന് 800 കിലോമീറ്റർ ഓടിയ വാഹനം വരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 800 കിലോമീറ്റർ ഓടിയ. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു പ്രത്യേകതയുള്ള വാഹനമാണ്. 1200 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഏതാ മോഡല്? 2024 മോഡൽ ക്രെറ്റയുടെ ന്യൂ ഷേപ്പ് S+ എന്ന വേരിയന്റ് പെട്രോൾ ഓട്ടോമാറ്റിക്. S+ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതെ, മിഡിൽ ഓപ്ഷൻ വരുന്നത്. 19,65,000 രൂപ, ഒരു 60,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സും ചെയ്ത് 20,15,000 രൂപ വന്നിട്ടുണ്ട്. 15,000 രൂപ, 19,65 പ്ലസ് 60,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ഓക്കെ, എന്താ പറയുക, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും, അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സ്റ്റാർട്ട് വരും, പാനോറമിക് സൺറൂഫ് വരും, എയർ ബാഗ്, ABS എല്ലാം വരും. പിന്നെ ലെതർ സീറ്റ് കവറിൽ അത് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ഫീച്ചർ അഡീഷണൽ ചെയ്യുകയും ചെയ്തില്ല, ലൈറ്റ്സ് എല്ലാം വരും. ഓക്കെ, ഒന്നും പറയാനില്ല, പെട്രോൾ ക്രെറ്റയാണ്. നിങ്ങളൊരു പുതിയ ക്രെറ്റ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരൂ. 1200 കിലോമീറ്റർ മാത്രം ഓടിയ, അണ്ടർ വാറണ്ടി, പുതിയ ഷോറൂം കണ്ടീഷനിൽ എടുത്തിട്ട് പോകുന്ന പോലെ പോവാം. എത്ര വില വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ? നമുക്ക് ഏകദേശം 17,15,000 രൂപ. 17,15 കൊടുക്കാം. അതായത് 19,65 പുതിയ. അത്രയും മാറ്റം ഏകദേശം വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരിക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ലോണ് എത്ര കയറും? ലോൺ ഒരു 15 ലക്ഷം വരെ കയറാൻ ചാൻസ് ഉണ്ട്. അതിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമറാണെങ്കിൽ 16 വരെ പോകും മാക്സിമം കയറും. നമ്മൾ വീഡിയോ ചെയ്ത് ഏകദേശം വൈകുന്നേരം തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്ന് അപ്രതീക്ഷിതമായ തിരക്കായി പോയി അല്ലേ? ഇത് അപ്രതീക്ഷിതമായ തിരക്കായി പോയി. അപ്പോൾ ഇങ്ങനെ ഡിലേ ആയിപ്പോയി. ഏകദേശം 8-9 മണിയായി. ഓക്കെ, അതെ. ഇത് KL 58 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായ് വെന്യൂ ആണ്. കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡല്, അന്നത്തെ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. SX ആണ്. സൺറൂഫ് വരും, അലോയ് വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ല ആ സമയത്ത്. SX 2020. അന്നത്തെ, അതെ, 2020 74,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. 20 അടുത്ത് മൈലേജ് കിട്ടുന്ന മാനുവൽ ക്രെറ്റയാണ്. സോറി, വെന്യൂ. എപ്പോഴും ഇതിന് മുന്നേ വെന്യൂ. ഓക്കെ, അത്രയുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഓക്കെ, സർവീസുള്ള വണ്ടി. വാറണ്ടി എക്സ്റ്റൻഡ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ചെയ്തിട്ടില്ല. വാറണ്ടി നമുക്ക് നോക്കാൻ. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റുന്നത്? 9,35,000 രൂപ കൊടുക്കാം. 9,35,000 2020 SX ക്രെറ്റ വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, ഡീസലാണ്. ക്രെറ്റ വെന്യൂ എന്നാ പറയുന്നത്. വെന്യൂ ക്രെറ്റ ഇത് വായിക്കുന്നുണ്ട്. സോറി, പോലുള്ള വെന്യൂ നിങ്ങൾ കൊണ്ടുപോകും, ഒരു ഡീസൽ വെന്യൂ. അത്രയുള്ള ലോൺ എത്ര കയറും? ലോണിന്റെ ഒരു 7.5 എന്തായാലും കയറും. ഓക്കെ, ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. അടുത്തത് MG ഹെക്ടർ ആണ്. KL 11 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക്, ടോപ്പ് എൻഡ്, ഷാർപ്പ്. ഓക്കെ, മോഡൽ 2020 മോഡൽ, സിംഗിൾ ഓണർ, KL 11 ഷാർപ്പ് ഓട്ടോമാറ്റിക് വരുന്ന പെട്രോൾ. ഓക്കെ, പെട്രോൾ വണ്ടി. കിലോമീറ്റർ എത്ര? 40,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ്. 40,000. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 8-10 ആ റേഞ്ചിൽ കണ്ടാൽ മതി. 8-10 ചോടെ അതിൻ്റെ ഉള്ളിൽ മൈലേജ് കണ്ടാൽ മതി. പക്ഷേ ലക്ഷറി കൂടുതലായിട്ട് വരുന്ന സെഗ്മെന്റ് ആണ് MG. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചില്ലായിരുന്നു. അധിക വീഡിയോകൾ ഉണ്ടാവാറുണ്ട്. നല്ല സെയിൽ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് തന്നെ. ഒരുമാതിരി എല്ലാ ഷോറൂമിലും നല്ല രീതിയിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അല്ലേ? നല്ല പോകുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെ ഇപ്പോൾ ചോദ്യം എങ്ങനെയുണ്ട്? നമുക്ക് 12,85,000 രൂപ, 12,85,000 സ്വന്തമാക്കാം ഈ ഒരു വാഹനം അല്ലേ? ഓക്കെ, 2020 മോഡൽ MG ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ. ലോണ് 11 രൂപ കിട്ടും. അടുത്ത ക്രെറ്റയാണ് ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ 20 മാറിയ ഷേപ്പാണ്. KL 60 രജിസ്ട്രേഷൻ, കാഞ്ഞങ്ങാട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർ, 2020 മോഡൽ ക്രെറ്റ പെട്രോൾ S എന്ന വേരിയന്റ്. S മിഡിൽ ഓപ്ഷൻ സ്റ്റാർട്ട് വരും, ഇൻബിൽഡ് സെറ്റ് വരും, എയർ ബാഗ്, ABS എല്ലാം വരുന്ന വണ്ടി. എത്ര ഓട്ടം പോയി? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60,000 2020 വാഹനമാണ്. പെട്രോൾ മാനുവൽ അല്ല? പെട്രോൾ മാനുവൽ. ഓക്കെ, ഒരു 12-15 മൈലേജ്. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 10,90,000 രൂപ കൊടുക്കാം. ഓക്കെ, ലോൺ എത്ര കയറും? 10 ലക്ഷത്തിന്റെ അറൗണ്ട് ലോൺ കയറും. 9 മുതൽ 10 വരെ കയറും അല്ലേ? വാറണ്ടി എക്സ്റ്റൻഷൻ നിലവിലില്ല, വേണം നമുക്ക് എക്സ്റ്റൻഷൻ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു വാഗണറാണ്. KL 11 രജിസ്ട്രേഷൻ.
എങ്ങനെ ഡീറ്റെയിൽ ഇത് 2019 മോഡൽ വാഗണാർ ZXi ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയന്റ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഓക്കെ, എത്ര ഓട്ടം പോയി? കിലോമീറ്റർ 70 ഓടി, സിംഗിൾ ഓണറാണ്, കറക്റ്റ് സർവീസ്. ഒരു 14-17 റേഞ്ച് മൈലേജ് 14 മോൾ വില കിട്ടും. മൈലേജ് കിട്ടും. ഓക്കെ, എം ടി ആണ്. വേറെ പണിയൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്കിത് 5,35,000 കൊടുക്കാം. 5,35,000 ഓട്ടോമാറ്റിക് വാഗണർ ZXi നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്, നല്ല ലേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗിവ് അവേ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗിവ് അവേ എന്നുള്ള കമന്റിൽ രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഷബീർ ഖാൻ നന്ദി. Right. Thank you. Bye.